Terminator Zero Episode 1 spoiler review, spoiler talk. സോ ഇതിൽ ടെർമിനേറ്റർ സീറോ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സ്പോയിലർ കണ്ടൻ്റ് ആണ്. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണരുത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഈ മാൽക്കം ലീ എന്ന് പറയുന്ന ആൾ. മാൽക്കം ലീ എന്ന് പറഞ്ഞ ആൾ 1997 2022 ഈ ജഡ്ജ്മെൻ്റ് ഡേ ഒക്കെ കഴിഞ്ഞ് റെസിസ്റ്റൻസും AI-യും തമ്മിൽ, സ്കൈനെറ്റും തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തെ മെയിൻ ഒരു ഫൈറ്റർ, ഒരു ലേഡി, ആ ലേഡി ഒരു ടെർമിനേറ്ററിനെ കൊല്ലുന്നതോടുകൂടിയാണ് ഈ സീരീസ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 1997 കാണിക്കുന്നു. 1997 മാൽക്കം ലീ എന്ന് പറയുന്ന ആൾ ഒരു വലിയൊരു ടെക് കമ്പനി നടത്തുകയാണ്. പുള്ളി അതിൻ്റെ CEO മാനേജറോ അങ്ങനെ എന്തോ ആണ്. പുള്ളി അതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആളാണ്. പുള്ളിക്ക് ഇങ്ങനെ രാത്രി ദുസ്വപ്നം കണ്ട് എഴുന്നേൽക്കുകയാണ്. വെളുപ്പിന് എഴുന്നേൽക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പുള്ളി പറയാം ഈ ദുസ്വപ്നങ്ങളൊക്കെ ശരിക്കും നടക്കും, ജഡ്ജ്മെൻ്റ് റിയലായിട്ട് നടക്കും എന്നൊക്കെയാണ് പുള്ളി വിശ്വസിക്കുന്നത്. സോ അതിന് കാരണം എന്താണെന്ന് ആദ്യം കാണിക്കില്ല. പിന്നെ അയാളുടെ ഫാമിലി ലൈഫ് കുറച്ച് കാണിക്കുന്നുണ്ട്. പുള്ളിക്ക് 3 മക്കളാണുള്ളത്. അപ്പോൾ അവരോടൊന്നും അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പുള്ളിക്കില്ല. പുള്ളി എനിക്ക് വർക്കുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 മക്കളുടെ ഏറ്റവും മൂത്ത പയ്യൻ ഒരു ടീനേജറിലേക്ക് ഇങ്ങനെ കടക്കുന്നു. സോ പുള്ളിക്ക് ഇങ്ങനെ ഭയങ്കര പയ്യന് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഇങ്ങനെ എന്താ പറയുക, ടെക് റിലേറ്റഡ് സംഗതി, എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ അത് തുറന്നു നോക്കി അതിനകത്ത് സംഗതി എടുത്ത് എന്തെങ്കിലുമൊക്കെ പുതിയത് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അച്ഛനായിട്ടുള്ള ഈ മാൽക്കം ലീ വന്നിട്ട് പറയും, നമുക്ക് എല്ലാ സംഗതികളും നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു സാധനം എന്താണെന്ന് കംപ്ലീറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയും. രണ്ടാമത്തെ മകൻ അത്ര പ്രായമായിട്ടില്ല, ഇപ്പോഴും ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. പിന്നെ ഏറ്റവും ചെറുതൊരു പെൺകുട്ടി. ആ പെൺകുട്ടി ആണെങ്കിലും പെൺകുട്ടിക്കും അധികം ഇതിനെ ടെക്കായിട്ടുള്ള സംഗതികളൊന്നും അറിയില്ല. ഇയാൾക്ക് ഭാര്യയില്ല. അപ്പോൾ ഈ ഭാര്യയ്ക്ക് എന്താ പറ്റിയെന്ന് ഇതിനകത്ത് കാണിക്കുന്നില്ല. ബട്ട് ഒരു ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഭാര്യയുടെ ഫോട്ടോ. സോ മേ ബി ഇനി ഈ എന്താ പറയുക, സ്കൈനെറ്റിൻ്റെ ആൾക്കാർ വന്ന് കൊന്നതാണോ എന്നറിയില്ല. അതൊന്നും അധികം പറയുന്നില്ല. എന്നിട്ട് ഈ മാൽക്കം ഈ ഇവരുടെ വീട്ടിലൊരു ഹൗസ് മെയ്ഡ് ഉണ്ട്. ആ ഹൗസ് മെയ്ഡാണ് ഈ 3 മക്കളെ നോക്കുന്നത്. അപ്പോൾ ഹൗസ് മെയ്ഡ് ആദ്യം ഒരു പൂച്ചയെ മേടിക്കണം എന്നൊക്കെ ഈ കുട്ടികൾക്കുണ്ട്. പക്ഷേ പൂച്ചയെ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഹൗസ് മെയ്ഡ് പോയിട്ട് ഒരു റോബോട്ട് പൂച്ചയെ മേടിക്കും. അതായത് ഈ 1997 ഈ സീരീസിൽ കാണിക്കുന്ന 1997 നമ്മുടെ റിയൽ ലൈഫ് 1997 എന്ന് ഭയങ്കര കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചൊരു വേൾഡ് ബിൽഡിംഗ് ഒക്കെ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഹൗസ് മെയ്ഡ് ചെന്ന് ഒരു കടയിൽ ചെന്ന് ഒരു റോബോട്ട് പൂച്ച ഇങ്ങനെ മേടിക്കാൻ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് തന്നെ ഒരു റോബോട്ടായിട്ടുള്ളൊരു ആളവിടെ എടുത്തു കൊടുക്കാൻ, ഈ സ്റ്റോറിൽ എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ റോബോട്ടിന് എന്തോ ചെറിയൊരു റിപ്പയർ വർക്കൊക്കെ വേണ്ടി വരുന്നൊരു റോബോട്ടാണ്. അപ്പോൾ അത് മനുഷ്യനെ കറക്റ്റായിട്ട് സെൻസ് ചെയ്യുന്നില്ല. ഈ പെണ്ണ് ചെന്ന് ആദ്യം അതൊരു മനുഷ്യനാണെന്ന് വെച്ചാൽ അങ്ങനെ തൊട്ട് വിളിക്കും. അപ്പോൾ അത് നോക്കില്ല. അപ്പോഴാണ് പെട്ടെന്ന് സ്റ്റോർ ഓണർ വന്നിട്ട് അതൊരു റോബോട്ടാണ്, അതിനെന്തോ ആൾക്കാരൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, ഞാൻ റിപ്പയർ ചെയ്യട്ടെ എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ ഈ ഹൗസ് മെയ്ഡ് ഒരു റോബോട്ട് പൂച്ചയെ മേടിച്ചുകൊണ്ട് ഇയാളുടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ മാൽക്കം ലീ ചൂടാവും, എന്താ നിങ്ങൾ വൈകി വന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ ഈ പൂച്ചയെ മേടിക്കാൻ പോയതാണ്, റോബോട്ട് പൂച്ചയെ മേടിക്കാൻ പോയതാണ്. അപ്പോൾ പുള്ളിക്ക് ആകെ ദേഷ്യം വരും. പുള്ളിക്ക് ഇങ്ങനെ റോബോട്ടുകളെയൊന്നും പുള്ളിക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ ഇതിനെ എത്രയും വേഗം കളഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോകും. അപ്പോൾ പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 3 പിള്ളേരും പറഞ്ഞ് ഈ ഹൗസ് മെയ്ഡിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങളൊന്ന് തുറന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോൾ ഹൗസ് മെയ്ഡ് പറയും, നോക്കിക്കോ, നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ ഇത് കളഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ച്, ആ കൊച്ച് പറയും, ഇത് റോബോട്ട് ആയതുകൊണ്ടല്ല അച്ഛൻ ഇങ്ങനെ പറഞ്ഞ്, അത് ഒരു പൂച്ച ആയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ അമ്മയുടെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഫോട്ടോയിൽ ഒരു പൂച്ചയെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ആണ്. അപ്പോൾ പൂച്ചയെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഭാര്യയുടെ ഓർമ്മകൾ വരും, സങ്കടമാവും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. പിന്നെ കാണിക്കുന്നത് ഇയാൾ നേരെ ഇയാളുടെ ഓഫീസിലേക്ക് പോകും. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ അയാൾ ഓഫീസിൽ കയറി, അവിടെ ഒരു വലിയൊരു എന്തോ ഒരു റിസർച്ച് ഫെസിലിറ്റി ആണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അയാളൊരു അവിടെ ഒരു റോബോട്ടല്ല, ഒരു AI പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ AI-യുടെ അടുത്ത്, അത് സ്കൈനെറ്റ് അല്ല, ദിസ് ഇസ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള AI ആണ്. അപ്പോൾ ആ AI-യുടെ അടുത്ത് പുള്ളി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചോദിക്കും.
ഈ ജഡ്ജ്മെൻ്റ് ഡേ എന്താണ്, എനിക്ക് അപ്പോൾ ആ AI ഈ ഇയാളുടെ അടുത്ത് പറയും നിങ്ങളെന്തോ പേടിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും ഞാൻ ജഡ്ജ്മെൻ്റ് ഡേ ആണ് ഞാൻ പേടിക്കുന്നത്. അപ്പോൾ ഇവർ പറയും ഇറ്റ്സ് സെറ്റ് ഇൻ സ്റ്റോൺ, ഐ മീൻ ഇറ്റ്സ് ഫെയ്റ്റ്, ഇത് ഫെയ്റ്റ് ആണ്, നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഇയാൾ പറയും ഞാനാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തത്, അപ്പോൾ നിനക്ക്, എനിക്ക് തോന്നുന്നു നിനക്ക് മാറ്റാൻ പറ്റും, ഈ നമ്മുടെ ഫേറ്റ് മാറ്റാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ജഡ്ജ്മെൻ്റ് ഡേ നിർത്താൻ പറ്റും എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇത് നടക്കുന്നത് August 29 തന്നെയാണ് നടക്കുന്നത്. August 29 ജപ്പാനിൽ ആയി, ബട്ട് ഇൻ യു എസ് എയിൽ August 28 ആണ്, തീർന്നിട്ടില്ല, ഡേ തീർന്നിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ്, ജഡ്ജ്മെൻ്റ് ഡേ നിർത്തുന്നതിന് മുമ്പ് ഇയാൾ ക്രിയേറ്റ് ചെയ്ത AI ഉപയോഗിച്ച് സ്കൈനെറ്റിനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലുള്ള സംസാരമാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഈ AIക്ക് ഫ്യൂച്ചറിലേക്ക് കാണാൻ പറ്റും. ഇയാളൊരു മുറിയുടെ അകത്ത് കംപ്ലീറ്റ് ആ വാൾസും മുകളിലത്തെ വാൾസും സീലിങ്ങും എല്ലാം ഒരു സ്ക്രീനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സ്ക്രീനിൽ ഈ AI മുകളിൽ ഇങ്ങനെ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു കണ്ണ് പോലെ തോന്നിക്കുന്ന ഒരു ലൈറ്റ്, ആ ലൈറ്റിലാണ് ഈ AI ഇരിക്കുന്നത്. അപ്പോൾ ആ AI ഇങ്ങനെ എല്ലാം ഫ്യൂച്ചറിൽ നടക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ 2022 റെസിസ്റ്റൻസും സ്കൈനെറ്റും തമ്മിലുള്ള യുദ്ധത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതൊക്കെ കാണിക്കുന്നു. അതൊക്കെ ഇയാൾക്ക് ഇവിടെ ഇരുന്ന് കാണാം, ഈ മാൽക്കം ലീക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം 2022 സീൻസ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ റെസിസ്റ്റൻസ് ഫൈറ്റർ, ആദ്യം കാണിച്ച റെസിസ്റ്റൻസ് ഫൈറ്റർ, ആ പെണ്ണ് ഒരു ഫെസിലിറ്റിയിൽ നിന്ന് ആദ്യം കാണിച്ച ഫൈറ്റ് സീൻ, ഒരു ഫെസിലിറ്റിയിൽ നടക്കുന്ന, എന്തൊരു ഫാക്ടറിയിൽ നടക്കുന്ന ഒരു ഫൈറ്റാണ്. അപ്പോൾ ആ ഫൈറ്റിൽ ഈ പെണ്ണ് അവിടെ ചെന്നത് എന്തോ ഒരു സംഗതി, ഈ സ്കൈനെറ്റിൻ്റെ എന്തോ ഒരു ഡാറ്റ കളക്ട് ചെയ്യാനാണ്. ഐ മീൻ ഒരു പെൻഡ്രൈവ് പോലത്തെ അല്ല, അങ്ങനത്തെ ഒരു ഡിവൈസ്. ആ ഒരു ഡിവൈസ് വെച്ച് പുള്ളിക്കാരി അത് എടുക്കാൻ വേണ്ടിയാണ് പോയത്. അത് കിട്ടി തിരിച്ചു വന്ന് റെസിസ്റ്റൻസിൻ്റെ ആൾക്കാരുടെ അടുത്ത് നിന്ന് പറയും വേറെ സർവൈവേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ എന്നിട്ട് ഈ പെൻഡ്രൈവ് പോലത്തെ സാധനം കണക്ട് ചെയ്ത് അവർ അതിലത്തെ എന്താണ് ഡാറ്റ എന്നൊക്കെ നോക്കുന്നുണ്ട്, അവരിങ്ങനെ പരിശോധിക്കുകയാണ്. അപ്പോൾ സ്കൈനെറ്റിൻ്റെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്കൈനെറ്റിലത്തെ കുറച്ച് സീൻസ് കാണിക്കും. സ്കൈനെറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പോലത്തെ ഒരു സ്ഥലത്ത്, ഫെസിലിറ്റിയിൽ ഒരു ടെർമിനേറ്ററിനെ ഇങ്ങനെ അസംബ്ലി ലൈനിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. എന്നിട്ട് ആ ടെർമിനേറ്റർ ടൈം ട്രാവൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ടൈം ട്രാവൽ ചെയ്യുന്ന ആ ഒരു മെഷീൻ, അതെനിക്ക് തോന്നുന്നു ടെർമിനേറ്റർ ജെനിസിസിൽ കണ്ട ഒരു മെഷീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ മെഷീനിൽ കയറിയിരുന്ന് ഒരു ടെർമിനേറ്റർ പാസ്റ്റിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ ഇടയിൽ ഒരു എന്താ പറയുക, ഈ പ്രൊഫസിയൊക്കെ നടത്തുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരിങ്ങനെ അവിടുത്തെ എന്താ പറയുക, ഏറ്റവും ഒരു കാർന്നോര് പോലത്തെ ഒരു സ്ഥാനമാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, നമ്മുടെ റെസിസ്റ്റൻസ്, കുറേ പേര് നമ്മുടെ റെസിസ്റ്റൻസിലത്തെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അപ്പോൾ അവരെ നമുക്ക് ഓണർ ചെയ്യണം, ഇറ്റ് ഈസ് ടൈം ടു മൂവ് ഫോർവേഡ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു സ്പീച്ച്, ഒരു പ്രപ്പ് ടോക്ക് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ പെണ്ണിനെ തിരിച്ച് 1997 അയക്കാനാണെന്ന് തോന്നുന്നു. അവിടെ വെച്ചാണ് ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. സോ ഫസ്റ്റ് എപ്പിസോഡ് എന്തായാലും ടെറിഫിക് ആയിട്ടുള്ള എപ്പിസോഡാണ്. ഇതൊരു സിനിമയാക്കുമായിരുന്നെങ്കിൽ കറക്റ്റ് നല്ലൊരു റീബൂട്ട് ആയേനെ.